അവർക്ക് ഈ സീസണിക്കുള്ള ഹോം ആൻഡ് എവേ ജേഴ്സി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്ത് കൊടുത്തു. ഒരു പ്രൗഡ് മൊമെന്റ് ചെയ്യുന്നു. കാരണം അത്രയും ആൾക്കാരുടെ ഇടയിൽ ആ ടിഫോ ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ്. സ്കിൽസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ സാറ് പറഞ്ഞിരുന്നു, നമ്മൾ എന്ത് ചെയ്യണം, സെൽഫ് ബ്രാൻഡിങ് ചെയ്യണം, പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന വർക്കുകൾ അടിപൊളി മോക്കപ്പ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പേജ് തുടങ്ങിയിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് വർക്കും കാര്യങ്ങളും കൂടുതൽ കിട്ടുന്നതാണോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ ചെയ്തു തുടങ്ങി, അങ്ങനെ കിട്ടി. കുറച്ച് സ്പോർട്സ് ഫുട്ബോൾ പരമായ കുറച്ച് വർക്ക് ഇട്ടോടുകൂടി മുത്തൂറ്റ് ഒരു ഫുട്ബോൾ ക്ലബ്ബ് കണ്ടു, അവര് കോണ്ടാക്ട് ചെയ്തു. ഇപ്പോൾ അടുത്ത സീസൺ ആവാനായി. അപ്പോൾ ഒരു ജെയ്സി ഡിസൈൻ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ജെയ്സി ഡിസൈൻ ചെയ്യാൻ പറയുമ്പോൾ ഈ വേറെ ഏരിയ എന്നൊക്കെ കരുതിയത്, നമുക്ക് കഴിയില്ല എന്നൊക്കെ കരുതി. പക്ഷേ സാറോട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ സാർ പറഞ്ഞു അത് നമുക്ക് ചെയ്യാനുള്ളൂ, ഇല്ലുസ്ട്രേറ്റർ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർക്ക് ഈ സീസണിക്കുള്ള ഹോം ആൻഡ് എവേ ജെയ്സി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്ത് കൊടുത്തു. ഇതേമാതിരി വർക്ക് കണ്ടിട്ട് ഫോർസ ക്രൂസ് ഓൾറെഡി കോൺടാക്ട് ചെയ്തിരുന്നു. അങ്ങനെ അവർ കോൺടാക്ട് ചെയ്ത് ഫോർസ കൊച്ചിയുടെ ഫാൻ ക്ലബായ ഫോർസ ക്രൂസ് കോൺടാക്ട് ചെയ്തു. അങ്ങനെ അവർക്ക് വർക്ക് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു ഫസ്റ്റ് ഹോം മാച്ച് വരുന്നുണ്ട്, അപ്പോൾ അതിനൊരു ടിഫോ ആണ് കരുതിയത്. ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ചെറിയൊരു ടിഫോ എന്നൊക്കെ കരുതിയത്. ഒരു 40 അടി വലിപ്പം നീളം വേണം, 5 അടി വീതി വേണം എന്ന് പറഞ്ഞു. ഗ്യാലറി ഉണ്ട്, സ്റ്റാൻഡ്, ആ സ്റ്റാൻഡ് മൊത്തം കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം അത്രയും വലിയൊരു സാധനം നമ്മൾ ചെയ്യാന്ന് പറയുമ്പോൾ അത് മൊത്തത്തിൽ കണ്ടന്റും വരണം, പിന്നെ നമ്മളതിന് നല്ല ടൈം എടുക്കും വേണം. അങ്ങനെ നമ്മൾ ഈ ടിഫോ ചെയ്യുമ്പോൾ അത് വെക്ടർ ആർട്ടും അതിനാണ് ചെയ്യുക. അപ്പോൾ ആ ടൈമിലാണ് റാഷി സാറ് നമുക്ക് വെക്ടർ ആർട്ട് പഠിപ്പിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു ഐഡിയ ഉണ്ടാക്കാൻ പറഞ്ഞൊക്കെ കുറേ നമ്മൾ ആലോചിച്ചുണ്ടാക്കി. കൊച്ചി റിലേറ്റഡ് ആയിട്ടും ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടും ഉണ്ടാക്കി. അത് പിന്നെ എയുടെ ഹെൽപ്പോട് കൂടിയിട്ട് എന്ത് ചെയ്തു, ഒരു വെക്ടർ ആർട്ട് ക്രിയേറ്റ് ചെയ്തു. അതിൽ പിന്നെ എൻ്റെ വക ഞാൻ കുറച്ച് വെക്ടർ ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്ക് കൊടുത്തു. ഫോർസ ക്രൂസ് കമ്മിറ്റിയും പിന്നെ ഫോർസ കൊച്ചി ടീം മാനേജ്മെന്റും അതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം അതിന് വലിയൊരു സാധനം ചെയ്തിട്ട് ഞാൻ പ്രതീക്ഷയില്ല അത്രയ്ക്ക് കാണാൻ രസം ഉണ്ടാവുന്നത്. കാരണം നമ്മൾ CMYK ചെയ്തിട്ട് പിന്നെ പ്രിന്റ് എടുത്ത് തരുമ്പോഴേ അറിയുള്ളൂ. അത് ചെയ്തപ്പോഴൊരു ടെൻഷൻ ചെയ്യുന്നു. കാരണം അത്രയും വലിയൊരു സാധനം വന്നിട്ട് പിന്നെ അത് നമ്മൾ ചെയ്ത് കൊളായാൽ അത് പിന്നെ ആരും ചോദിക്കുമല്ലോ, ഇപ്പോൾ ഇത് ചെയ്ത് കൊളായത് എന്താ, ആര് ചെയ്താണ്. നമുക്കൊരു പ്രൗഡ് മൊമെന്റ് ചെയ്യുന്നു. കാരണം അത്രയും ആൾക്കാരുടെ ഇടയിൽ ആ ടിഫോ ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ്. പിന്നെ അതങ്ങനെ ചെയ്തു. സൂപ്പർ ലീഗ് കേരളയുടെ ഒഫീഷ്യൽ പേജിലും ഫോർസ കൊച്ചിയുടെ ഒഫീഷ്യൽ പേജിലൊക്കെ വന്നു. അവർ പോസ്റ്റും കാര്യങ്ങളും ഇട്ടു. അങ്ങനെ ടോട്ടല് 2 ടിഫോ ചെയ്തു. ഇതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ, എന്താണ് ഡിസൈനിങ്, എന്താണ് ഗ്രാഫിക് ഡിസൈൻ, ചെറിയ ഐഡിയ ഉണ്ടായത്. അതൊന്ന് ലാബറേറ്റ് ചെയ്യാൻ സഹായിച്ചത് സ്കിൽസ് ഹബ്ബാണ്. പിന്നെ വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തത് റാഷി സാറാണ്. അപ്പോൾ കൂടുതൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.